കണിയും കണ്ട് പടക്കവും പൊട്ടിച്ചു, വിഷു ആഘോഷിച്ചു. പാടം കാലിയാണെങ്കിൽ പോലും ആ പാടത്തിൽ വീണ്ടും നിറയെ കണി വളരി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു കഴിഞ്ഞ പാടമാണ്. ആ പാടത്ത് വീണ്ടും വിഷു വെള്ളരി സമൃദ്ധമായി കിടക്കുന്നു. അതായത് വിഷു കഴിഞ്ഞ പാടത്തെ ഒതുക്കലോടുകൂടി നമുക്ക് വീണ്ടും കണിവെള്ളരി മാർക്കറ്റിലേക്ക് പോകാൻ പോവുകയാണ്. ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് നമ്മളിവിടെ കണിവെള്ളരിയുടെ തൈകൾ നട്ടത്. ഫെബ്രുവരി 15 നട്ടു. നമ്മൾ ഏപ്രിൽ മാസം 7-ാം തീയതി വിളവെടുത്തു. ആ വിളവെടുപ്പ് ഏപ്രിൽ 12-ാം തീയതി വരെ നിന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളവുകളെല്ലാം കളർ വീണ എല്ലാ കായ്കളും മാർക്കറ്റിലേക്ക് പോയി. ഏപ്രിൽ 12 ആകുമ്പോൾ ഒരു കാ പോലും നമുക്ക് കളറുള്ളതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കളറുള്ള കാ വിളവെടുത്തതുപോലെ ഈ പാടത്ത് അങ്ങോളം ഇങ്ങോട്ടും കിടക്കണം. ഇപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് 1000-ലധികം കിലോ വെള്ളരി ഈ പാടത്ത് വീണ്ടുമുണ്ട്. ഞാൻ പറഞ്ഞു തന്നതല്ല, നമ്മുടെ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ പാടം നമുക്ക് ഫ്രീ ആക്കേണ്ടി വന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 19-ാം തീയതിയായി, ഏപ്രിൽ മാസം 19-ാം തീയതി. ആ 19-ാം തീയതി വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വിളവെല്ലാം കഴിഞ്ഞു, പാടം ഫ്രീ ആകുകയാണ്. അതായത് 3 മാസക്കാലം തീർത്ത് നമുക്കൊരു പാടത്ത് കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ പാടത്തെ ഷീറ്റുകളെല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. 2 പേര്, ഭാര്യ റോഷ്നിയുണ്ട്, നമ്മുടെ കൂടെയുള്ള ചേച്ചിയുണ്ട്, ഇന്ദ്ര ചേച്ചി. അവർ 2 പേരും കൂടി വള്ളികളെല്ലാം ചുവടിൻ്റെ വള്ളികളെല്ലാം ചെത്തി മാറ്റുമ്പോൾ ഷീറ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് പൊക്കിയെടുക്കാം. കാരണം നമ്മൾ അധികം മണ്ണ് കൊടുത്തിട്ടില്ലായിരുന്നു. ഷീറ്റുകൾ തമ്മിൽ മൂടിയപ്പോൾ അധികം മണ്ണ് കൊടുത്തില്ല. കാരണം നമുക്ക് 3 മാസം കഴിഞ്ഞ് എടുക്കേണ്ടതാണെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഷീറ്റുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ പൈപ്പുകൾ, ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ പൈപ്പുകളെല്ലാം ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കും. പൈപ്പ് എടുത്തതിന് ശേഷം അടുത്ത ഫ്ലോട്ടിലേക്ക് നമ്മളിത് കൊണ്ടുപോവുകയാണ്. എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പാടത്ത് ആവശ്യത്തിന് വളം കൊടുത്ത് ആ വളം എല്ലാം കൊടുത്തതിന് ശേഷം എല്ലാ ജോലികളും ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്തത് ഫെർട്ടിഗേഷൻ ജോലികളാണല്ലോ, ട്രിപ്പ് ഫെർട്ടിഗേഷൻ ആണല്ലോ. അപ്പോൾ ആ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 മാസം കൊണ്ട് നമുക്ക് ഒതുക്കി പോരേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ വളം എല്ലാം പാടത്ത് കിടക്കുക. അപ്പോൾ എന്താ വെച്ചാൽ മറ്റൊരു കൃഷി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം ഇത് ഏപ്രിൽ അവസാനമായി. ഇപ്പോൾ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസമാകുമ്പോൾ മഴയാകും. ഈ പാടത്തെല്ലാം നല്ല വെള്ളം നിൽക്കും. ചെയ്യാവുന്ന ഒരു ജോലിയേ ഉള്ളൂ, വെണ്ടയാണ്. വെണ്ട ഒരു പരിധിവരെ പിടിച്ച് നിൽക്കുമെങ്കിലും പിന്നെ വെള്ളത്തിൽ നീന്തി തുടിച്ച് നടന്ന് നമ്മൾ വെണ്ട വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് വലിയ പ്രയാസം ഉണ്ടാകുന്നത്, നമുക്ക് ഷീറ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും, പൈപ്പ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതെല്ലാം അടുത്ത കൃഷിയെ നമുക്ക്, വേനൽക്കാല കൃഷിയെ നമുക്ക് നന്നായിട്ട് ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ആ ഷീറ്റ് എല്ലാം ഇവിടെ പറമ്പിൽ കിടന്ന് പാടത്ത് കിടന്ന് പൊടിഞ്ഞ് കീറി ഉപയോഗശൂന്യമാകും എന്ന് മാത്രമല്ല അടുത്ത കൃഷിക്ക് വളരെ ദോഷകരമാകും. അതുകൊണ്ട് നമ്മൾ ആ ഷീറ്റുകളൊന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് മറ്റു കൃഷിയിലേക്ക് പോകുന്നില്ല. വെണ്ട കൃഷി നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് എടുക്കുകയാണ്. അപ്പോൾ ഇത്ര ഒരു ആഗ്രഹമായിരുന്നു. ഈ പാടത്ത് വളമുണ്ട്, ആവശ്യത്തിന് വളമുണ്ട്. അപ്പോൾ ആ പാടത്ത് നമ്മൾ വേടം 23-ാം തീയതിയോടുകൂടി നെല്ല് വിതക്കണമെന്നൊരു ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 1 ഏക്കറിൽ നമ്മൾ നെല്ല് വിതക്കാൻ പോവുകയാണ്. അപ്പോൾ നെല്ല് വിതക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കഴിയുമ്പോൾ ഈ ഷീറ്റും പൈപ്പൊക്കെ എടുത്ത് കഴിയുമ്പോൾ അപ്പുറത്ത് ഡോക്ടറെ കുറേ വൈദ്യുത കുറേ പശുക്കളുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് കനാപ്പൻ്റെ കുറേ പശുക്കളുണ്ട്. 2 പേരും കൂടി കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഒരു 10-30 പശുക്കൾ ഇവിടെ ഉണ്ടാകും. ആ പശുക്കളെ കൊണ്ട് ഈ പുല്ലുകളെല്ലാം അങ്ങോട്ട് തീറ്റിച്ച് കഴിയുമ്പോൾ 2 നേട്ടമുണ്ട്. പശുവിനെ വിശപ്പ് മാറും, അതോടൊപ്പം തന്നെ ഗോമൂത്രവും ചാണകവും 10-30 പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും നമ്മുടെ തോട്ടത്തിലുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഒരു വളം കൂടിയാകും. അപ്പോൾ അവരെ കൊണ്ട് പശുവിനെ കൊണ്ട് കെട്ടിച്ച് ഒരു 3 ദിവസം ഇങ്ങനെ പശുവിനെ കെട്ടിച്ചതിന് ശേഷം 10-ാമത് എത്തുന്നത് നെല്ല് വിതക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും കാലാവസ്ഥ എല്ലാം ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. വേനൽ മഴ കിട്ടാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വേനൽ മഴ ആവശ്യത്തിന് കിട്ടി. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. 10-ാമത് എത്തിന് വിതച്ച് കഴിയുമ്പോൾ മഴ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എന്താ, കണിവെള്ളരി വീണ്ടും കണിവെള്ളരി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. 10,000-ഓളം കിലോ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുന്ന വില കൊടുത്തതും കാശാക്കി നമ്മൾ പുതിയ കൃഷിയിലേക്ക് പോവുകയാണ്.